നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ നിലയ്ക്കൽ ചർച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ നിലയ്ക്കൽ തിരുവല്ലയിൽ നിന്ന് പോകുമ്പോൾ നിലയ്ക്കലേക്ക് എത്താനായിട്ട് രണ്ട് വഴിയാണ് പ്രധാനമായിട്ട്. ഒന്ന് പെരുന്നാട് വഴി, പിന്നെ ഒന്ന് വടശ്ശേരിക്കര വഴി. ഈ രണ്ട് വഴിയാണ് ഏറ്റവും എളുപ്പമായിട്ട് കാണിക്കുന്നത്. ഈ രണ്ട് വഴി പോയാലും നമ്മൾ എത്തിച്ചേരുക മടത്തുമൊഴി എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയത് മടത്തുമൊഴിയായിരുന്നു. അപ്പോൾ മടത്തുമൊഴിയിൽ നിന്ന് ലാഹ അങ്ങനെയാണ് നമ്മൾ പോവുക. ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് നിലയ്ക്കൽ വരെ അപ്രോക്സിമേറ്റ്ലി 73 കിലോമീറ്റർ ആണുള്ളത്. ഇതൊരു ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ മടത്തുമൊഴി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും അങ്ങനെയുള്ള നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുക. ഇതൊരു ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് ആണ്, പ്യുവർലി. ഭയങ്കര രസമാണ് ഈ ഒരു റൂട്ട്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു റൈഡ് പോകാനും ഒക്കെ നല്ലതാണ്. അമിതമായി മഴയുള്ള സമയത്തോ വലിയ കാറ്റുള്ള സമയത്തോ മാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടത്തുമൊഴി കഴിഞ്ഞ് ലാഹയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വിഷ്വൽ കണ്ടത്. എന്ത് രസമാണെന്ന് നോക്കിയേ. അവൻ ജസ്റ്റ് ഒന്ന് റൈഡിൽ നിർത്തിയതാണ്. ഇപ്പം നമ്മൾ എല്ലാ മാസത്തിൻ്റെ മലയാള മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മളെന്താ പറയുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നട തുറക്കുന്ന സമയമാണ്. അപ്പം ഈ കടകൾ, ചെറിയ കടകളും പലഹാരക്കടകളും ഒക്കെ ഉഷാറാണ്. നമ്മളൊരു ചായ കുടിക്കാൻ നിർത്തിയപ്പം കണ്ടാണ് നല്ല ബോണ്ട കണ്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരെണ്ണം മേടിച്ചൊന്ന് സാമ്പിൾ ട്രൈ ചെയ്തു. നമ്മൾ വിറക് അടുപ്പിലാണ് ഇവിടെ ഇപ്പോഴും ഉണ്ടാക്കുന്നത്. നല്ല മുരുമുരാന്നിരിക്കുന്ന ബോണ്ട രാവിലെ കിട്ടും. ഇഡ്ഡലി സാമ്പാറുണ്ട്. കടകളെല്ലാം എല്ലാ മലയാള മാസത്തിൻ്റെ ആദ്യം നല്ല ഉഷാറാണ്. പിന്നെ അങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ഇതാണ്. ഒരു ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ശബരിമലയുടെ മെയിൻ റോഡായതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമിതമായിട്ടുള്ള സ്പീഡ് എടുക്കരുത്. നല്ല കേർസ്, നല്ല രീതിയിലുള്ള വളവും തിരിവുണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രം യാത്ര ചെയ്യുക. ഈ റൂട്ടിൽ പരിചയമില്ലാത്തവർ വരുമ്പോഴേ. നമ്മളങ്ങ് ദൂരെ കാണുന്നത് കർമ്മേൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കിയതാണ്. അറിയാമല്ലോ, ഇത് മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അധികം ഫോക്കസ് കിട്ടില്ല. ഓക്കെ, നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം കർക്കിടക മാസം ആരംഭിച്ചുകൊണ്ട് നട തുറന്നിട്ടുണ്ട് ശബരിമലയിൽ. അപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഹോട്ടലുകളിലൊക്കെ ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ കാര്യമായി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ പിന്നെ ശബരിമല നട തുറക്കുന്ന സമയത്തെ കാര്യമായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വനമേഖലയിലോട്ട് എൻട്രി ചെയ്തേക്കുവാണ്. അപ്പം ഇവിടെ അങ്ങനെ രാവിലെയൊക്കെ വരാമെങ്കിൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ഇപ്പം ആദിവാസികളുടെ ലാഹ ഊരിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫുള്ള് ആദിവാസികളുടെ കോളനിയാണ്, ഊരെന്ന് പറയും. ആ കാഴ്ചകളാണ് ഇവിടെ. അപ്പം നമുക്ക് അവിടെ നിന്നും അതിൽ നിർത്തിയില്ല, നമ്മളങ്ങ് ഡ്രൈവ് ചെയ്ത് പോവാണ്. നമ്മുടെ ഈ ഇടത്ത് സൈഡ് കണ്ടില്ലേ, നമ്മളിപ്പം കാണുന്ന ഏറുമാടം കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ഒരു പടുത വെച്ച് ഇങ്ങനെ മറിച്ചിരിക്കുന്ന മുകളിൽ, അത് ഏറുമാടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നട തുറന്നിരിക്കുന്നതുകൊണ്ടാണ് ഇച്ചിരിയെങ്കിലും തിരക്ക് ഈ റോഡിൽ കാണും. അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വാഹനങ്ങളൊന്നും യാത്ര ചെയ്യില്ല. അപ്പോൾ രാവിലെ വരാമെങ്കിൽ നമുക്ക് ആനയും ഒക്കെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ദിവസം നല്ല തിരക്കുണ്ട് റോഡിൽ. KSRTC കാര്യമായിട്ട് സർവീസ് നടത്തുന്നുണ്ട് പമ്പയിലേക്ക്, നിലയ്ക്കലേക്കുമൊക്കെ. അപ്പം കാര്യമായിട്ട് KSRTC ഇപ്പം പോകുന്നുണ്ട്. അയ്യപ്പന്മാർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുക KSRTCയിലും പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെ ആണല്ലോ. ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കോട കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നല്ല രീതിയിലൂടെ കോട ഇറങ്ങിയിട്ടുണ്ട്. അത് നേരെ ഇങ്ങോട്ട് എന്താ പറയുക റോഡിലോട്ടും വരുന്നുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ക്ലൈമറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത്. അതായത് സൈലൻ്റായിട്ട് യാത്ര ചെയ്യാനായിട്ട്, അതായത് തിരക്കില്ല, കാര്യങ്ങളില്ല, നമുക്ക് സൈലൻ്റായിട്ട്. ബൈക്കാണെങ്കിൽ പൊളിക്കും, സമാധാനമായിട്ട് നമുക്ക് യാത്ര എപ്പോഴും ഒരു പുതിയ അനുഭവങ്ങളാണല്ലോ. അപ്പം ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ സൂപ്പറാണ്. റോഡ് നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് മാത്രം കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് പോവുക. വളവും തിരിവും ധാരാളമായിട്ടുണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മഴയും കാറ്റും ഉള്ളത് കൊണ്ട് കണ്ടോ, റോഡിലോട്ട് ഇതുപോലെ മരം വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം കാറ്റ് കൂടുതലായിട്ടുള്ള സമയത്ത് വരാതിരിക്കുക. 1, 2 വളരെ സൂക്ഷിച്ച് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കുക. ഇപ്പം കണ്ട ഈ സൈഡ് ഫുള്ള് ബ്ലോക്കാണ്, ഈ ഒരു സൈഡിലൂടെയുള്ളൂ. അപ്പം നമ്മൾ നോക്കി വണ്ടി എടുത്ത് പോകാമെന്നുള്ളേ ഉള്ളൂ. ഇത് പേടിപ്പിക്കാനായിട്ട് പറഞ്ഞതല്ല. യാത്ര ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഇൻസ്ട്രക്ഷനായിട്ടെന്നുള്ള പറഞ്ഞതേ ഉള്ളൂ. കണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ നിർത്തി അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ ആകാശം ഇങ്ങനെ മുട്ടി നിൽക്കുന്ന മാതിരിയുള്ളൊരു ഫീലല്ലേ. എന്താ അല്ലേ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തൊട്ടടുത്ത് ഇങ്ങനെ ഉണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷമില്ലേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ധാരാളമായിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും വെള്ളം ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് മോസൊക്കെ ഇട്ട് വെള്ളം ശേഖരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസകരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പ്ലാപ്പള്ളിയിൽ നിന്ന് നേരെ പോകുന്നതാണ് ശബരിമല മെയിൻ റോഡ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകുന്നതാണ് നിലയ്ക്കൽ
ചർച്ചിലോട്ട് പോകുന്ന വഴി. അപ്പോൾ റൈറ്റ് എടുത്ത് പോകാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് നിലയ്ക്കൽ വഴി സീതത്തോട്, ആങ്ങുമൊഴി അങ്ങനെയും പോകാം. ഓക്കെ, ഇപ്പം നേരെ പോകുന്നത് ശബരിമല. നേരെ പോയിട്ട് കുറച്ച് ലെഫ്റ്റ് എടുത്താൽ എരുമേലിയിലും ടേൺ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് റൈറ്റാണ്. അപ്പോൾ ഇതുവരെ വളരെ മനോഹരമായ റോഡ്, വളരെ മനോഹരമായ യാത്ര. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ഏരിയയിലൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയുള്ള സമയം കുഴപ്പമില്ല, ചെറിയ മഴയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ഇപ്പം റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഈ റൂട്ടിലോട്ട് യാത്ര സെലക്ട് ചെയ്യേണ്ട. അതിൽ ഭയങ്കര റിസ്ക് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഭയങ്കരമായിട്ട് കാറ്റടിച്ച ഒരു ദിവസമായിരുന്നല്ലോ. അപ്പോൾ മരങ്ങളൊക്കെ കുറച്ച് വീണിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ക്ലിയർ ചെയ്യുന്നുമുണ്ട് ഓൺ ടൈം. പിന്നെ ഇതുപോലെ മണ്ണൊക്കെ ഒലിച്ച് റോഡിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്കൂട്ടറിലൊക്കെ വരുമ്പം സ്കിഡാകാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മളിപ്പം പ്ലാപ്പള്ളിയിൽ നിന്ന് നിലയ്ക്കലിലോട്ടുള്ള യാത്രയിലാണ്. ഇവിടെ കാര്യമായിട്ട് ഒന്ന് രണ്ടിടത്ത് ഇതുപോലെ മരം വീണിട്ടുണ്ട്, ഇന്നലെ വീണതാണ്. അപ്പോൾ എല്ലാം കുറച്ച് മുറിച്ച് മാറ്റി. നമുക്ക് ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നിലയ്ക്കൽ പള്ളിയുടെ ടേണിങ്ങിലേക്കുള്ള റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ടേൺ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അരുവി രൂപപ്പെട്ട് നല്ല രീതിയിൽ ഇപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ട്, കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ. എന്നാലും വലിയ കലക്കലൊന്നുമില്ല. എന്നാലും ഇവിടെങ്ങും വന്ന് ദൈവത്തെ ഓർത്ത് ഇറങ്ങരുത്. നമുക്കിതിൻ്റെ ഡെപ്തോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, പ്ലീസ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് വെള്ളത്തിൽ ചാടാനുള്ള ആഗ്രഹത്തിലൊന്നും വരരുത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കണ്ടോ, എനിക്ക് അട്ടയല്ലേ ഇത് കണ്ടോ, നല്ല കാര്യമായിട്ട് വലിപ്പമുള്ള അട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള പ്രിക്കോഷൻസോ സാനിറ്റൈസറൊക്കെ കരുതുക. ഇപ്പോൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് ഇതൊരു പിൽഗ്രിം സെൻ്ററാണ്. 2.5 കിലോമീറ്റർ ഒരു ഫോറസ്റ്റിനകത്തൂടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ് ആങ്ങുമൊഴി, സീതത്തോടും ഒക്കെ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പോകുന്ന ആങ്ങുമൊഴിക്കാണ്. ആങ്ങുമൊഴി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗവി പോകാൻ ഉള്ള എൻട്രി പോയിൻറ്റൂടാണ് ആങ്ങുമൊഴി. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇത് ചർച്ച് റോഡാണ്. ഇത് അങ്ങേയറ്റത്താണ് ചർച്ച്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് കാടിനകത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങൾ പള്ളിയുടെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങോട്ടുള്ള ഒരു 2.5 കിലോമീറ്റർ യാത്ര എന്ന് പറയുന്നത്. അത് വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു യാത്രയാണ്. കാര്യം വേറെ കാര്യങ്ങളോ മനുഷ്യരോ കാര്യങ്ങളോ ഒന്നും കാണില്ല. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത് മാത്രമേ കാണുള്ളൂ. നമ്മുടെ യാത്രാ മധ്യയിൽ കാട്ടീന്ന് വെള്ളം ഒലിച്ചിറങ്ങി വരുന്ന ഇതൊരു ചപ്പാത്ത് മാതിരി കേട്ടോ. വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടേ സ്ട്രീമിലോട്ട് വീഴുന്നുണ്ടോ. ഞാനൊന്ന് ഇറങ്ങി നോക്കി, വലിയ വെള്ളമില്ല, നമുക്ക് കാറ് പോകത്തക്ക രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ ഇപ്പം. എന്നാൽ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നതൊക്കെ സമയത്ത് നോക്കണം. ഇവിടെയൊക്കെ നല്ല ഫ്ലോയിൽ വെള്ളം വരാം, മേളിൽ നിന്ന് മഴ പെയ്യുന്നതനുസരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെയാണ് വാഹനം ക്രോസ് ചെയ്ത് പോകരുത്. ഇപ്പോൾ ഓക്കെയാണ്. നമുക്ക് എന്നാ പറയുന്നത്, ഒരു കാൽമുട്ടിൻ്റെ താഴെ കുറച്ച് താഴെ വരുള്ളൂ, ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്, അത് യാതൊരു സംശയമില്ല. ഇവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങരുത്. കാര്യം അതുപോലെ ഡേഞ്ചറാണ്. നമുക്ക് കാല് നിൽക്കില്ല, ഒഴുക്കിൽ പെട്ടുപോകും, അറിയാമല്ലോ. വളരെ ഡേഞ്ചറാണ്. ഇറങ്ങാനൊന്നും ആരും ശ്രമിക്കരുത്. വന്ന് ആസ്വദിച്ച് കണ്ട് അത് ഫീൽ ചെയ്തു പോകുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ഈ 2.5 കിലോമീറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുന്നത്, അത് ഒരിക്കലെങ്കിലും ഒന്ന് ഫീൽ ചെയ്യണം കേട്ടോ. യാത്ര ചെയ്ത് ഇതുവഴി 2.5 കിലോമീറ്റർ സഞ്ചരിക്കണം. ഒരു ഭയങ്കര എന്തോ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു സോൾ ഭയങ്കര ഒരു ആത്മാവാണ് ഈ ട്രിപ്പിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യമായിട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലവും കൂടിയാണ്. കുഴപ്പമില്ല, അങ്ങനെ ഇപ്പം ആളനൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ശല്യമോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ആനയൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഏതായാലും ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ താഴെയൊക്കെ ആനയും കാര്യങ്ങളും ഉണ്ട്. മഴ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അത് കാട്ടിലോട്ട് കയറി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഏരിയയിലൂടെയാണ്. അപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റോഡ് നല്ല ക്ലിയർ റോഡാണ്, ടാറിട്ട റോഡാണ്. അതുകൊണ്ട് ഏത് വാഹനത്തിനും നമുക്കങ്ങ് നിലയ്ക്കൽ പള്ളി വരെ ചെല്ലാൻ പറ്റും. അങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണമെന്ന് നിർബന്ധമുള്ള കാറൊന്നും വേണമെന്നില്ല. റോഡ് മോശമല്ല, വളരെ നല്ല റോഡാണ്. ടാറും കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അറ്റ് ലാസ്റ്റ് നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള മെയിനായിട്ടുള്ള ഈ ടേണിങ് തിരിഞ്ഞ് നേരെ കയറി ചെല്ലുന്നതാണ് നിലയ്ക്കൽ പള്ളിയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കയറ്റമാണ് കേട്ടോ. നേരെ കാലുമെടുത്ത് പോകണം, എവിടെ ചവിട്ടി നിർത്തണ്ട, ഒന്നും പേടിക്കാനില്ല. നേരെ ചെന്ന് കയറുന്നത് നിലയ്ക്കൽ പള്ളിയിലോട്ടാണ്. വളരെ മനോഹരമായി സൈലൻ്റായിട്ട് കാടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ദേവാലയം. ഓക്കെ, ഇത് റിനോവേഷൻ കഴിഞ്ഞത് വളരെ റീസെൻ്റ്ലിയാണ്. ഇതിനു മുമ്പ് വളരെ ചെറിയൊരു പള്ളിയായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ചെറിയൊരു റിനോവേഷൻ വർക്കൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ചർച്ചായിരിക്കുന്നത്. ഇതിനു മുമ്പ് വളരെ ചെറിയൊരു ചർച്ചായിരുന്നു. എങ്കിലും ഒരുപാട് വിശ്വാസികൾ ഈ പള്ളിയിൽ വരികയും നേർച്ചയർപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. വളരെ പ്രസിദ്ധമായൊരു പള്ളിയോടാണ്, കാടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു പള്ളിയോടാണ്. ഇങ്ങനൊരു ചർച്ച് വേറെ കാണാനായിട്ട് സാധ്യതയില്ല, കാടിൻ്റെ നടുക്കിരിക്കുന്ന ഒരു ദേവാലയമായിട്ട്.
അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്നാ പറഞ്ഞ ഒരു പ്ലസൻറ്റ് പീസ്ഫുൾ മൈൻഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് കൽക്കുരിശാണ്. നേരത്തെ ഉണ്ടായിരുന്ന യഥാർത്ഥ നിലയ്ക്കൽ പള്ളിയിൽ നിന്ന് അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുന്ന കൽക്കുരിശാണ്. വിശുദ്ധ തോമസ് ലീഹ നമ്മുടെ നിലയ്ക്കൽ വന്ന് 7.5 പള്ളികളിൽ ഒരു പള്ളി സ്ഥാപിച്ചത് നിലയ്ക്കലാണ്. എന്നാൽ അവിടുന്ന് ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് ആ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നമുക്ക് ഇവിടെ ഒരു പള്ളി പണിയേണ്ടതായിട്ട് വന്നു. അതിൻ്റെ സാഹചര്യം ഈ വീഡിയോയിൽ എപ്പോഴെങ്കിലും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നായ നിലയ്ക്കൽ പള്ളിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ദൈവാനുഗ്രഹം പോലെ ഞങ്ങൾ നേരത്തെ ഒന്ന് വന്നിട്ട് ഇവിടെ വരെ എത്തിപ്പറ്റാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഇന്നാണ് കൃത്യമായിട്ട് വന്നപ്പോൾ ഇപ്പം ഫാദറുണ്ട്. അച്ഛൻ്റെ പേര്? എൻ്റെ പേര് ഷൈജു മാത്യു എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛന് എത്ര നാളായി ഇവിടെ? ഞാനിപ്പം വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അല്ലേ? അപ്പം നേരത്തെ ഹൈദരാബാദിലായിരുന്നു. അപ്പൊ അച്ഛാ ഇവിടെ ഞാനിവിടെ നോക്കിയപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ആരാധനകൾ എല്ലാ ആഴ്ചകളിലും ഉണ്ട്. എങ്ങനെയാണ് സർവീസ്? ഇതിന്റെ സർവീസ് നമ്മൾ ഇപ്പോൾ മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ കാരണം നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏത് സമയത്തും ആവശ്യക്കാർ നമ്മൾ 3 റൈറ്റിലും നമ്മുടെ മർത്തോമയും ഓർത്തഡോക്സ് യാക്കോബ് നമ്മൾ ഏത് തരത്തിലുള്ള ആരാധനക്രമവും ഇവിടെ ക്രമീകരിക്കാൻ കുർബാന ചൊല്ലാനായിട്ട് കുർബാന ചൊല്ലാൻ എപ്പം വേണമെങ്കിലും നമ്മൾ ആവശ്യമനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഞാനാണ്. അപ്പൊ നമ്മളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്രമീകരണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എപ്പം വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നമുക്ക് ക്യാമ്പുകളായിട്ട് നമുക്ക് ഇവിടെ കോൺഫറൻസ് ഹോളും 80ഓളം മുറികളും ഉണ്ട്. എപ്പം വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് സൗകര്യപ്രദമായിട്ട് താമസിക്കാനൊക്കെ ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ക്യാമ്പൊക്കെ ധാരാളം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകൾ വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും നമ്മളൊരു ടീമുകൾ വന്ന് അപ്പൊ നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ കുറച്ച് നാളുകളായിട്ട്, അതായത് ഇപ്പൊ ഒരു മാസമായിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ട് 6 മാസമായിട്ട് ഭയങ്കരമായ ശല്യം നമ്മുടെ ഏരിയയിലൊക്കെ കാര്യമായിട്ട് വരുന്നുണ്ട്. കാര്യമായിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ട് ആനയുടെ ശല്യമാണ്. കടുവ, പുലി, അതുപോലത്തുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഒരു നിബിഡമായ വനമേഖലയാണ്. നിബിഡമായ മേഖലയാണ്. ഓക്കെ. നമ്മൾ ആക്ച്വലി എനിക്ക് ഒരു സംശയം എന്ന് വെച്ചാൽ നിലയ്ക്കൽ നമ്മളിപ്പോ ഇത് പുതുതായിട്ടാണല്ലോ റിനോവേറ്റ് ചെയ്തതാണോ അതോ ഇത് നമ്മൾ റിനോവേറ്റ് ചെയ്തതാണ്. പഴയ നിലയ്ക്കൽ അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് പഴയ നിലയ്ക്കൽ പള്ളി ഇവിടെ ആയിരുന്നില്ല. അത് നമ്മുടെ കുറച്ചുകൂടെ മാറിയ ഒരു സ്ഥലമാണ്. നിലയ്ക്കൽ എന്ന് പറയുന്ന നിലയ്ക്കൽ സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ ഇപ്പം നമുക്ക് അയ്യപ്പന്മാരുടെ അതായത് നമ്മുടെ സ്വാമിമാരുടെ ഒക്കെ പ്രശ്നം വന്നപ്പോഴത്തേക്കും അത് ഒരു സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അനുവദിച്ച സ്ഥലത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറേണ്ടി വന്നു. അതാണ് ചരിത്രം. അതെ അതെ. ഓക്കെ. അപ്പം അല്പസമയം പങ്കിട്ടതിൽ ഇവിടെ കടന്നു വരാം. ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് ആരാധനയ്ക്കുള്ള എല്ലാ സൗകര്യവും താങ്ക് യു. അപ്പോൾ നമ്മൾ ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു. പിന്നെ നേരെ ഇറങ്ങി. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. ഇതിന് തൊട്ട് മേളിൽ തന്നെയാണ് കേട്ടോ. എക്യുമെനിക്കൽ സെൻ്ററായിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് നടന്ന് കയറുന്നത് ചില സ്ലിപ്പറിയാണ്. നല്ല മഴയാണ്. ഇവിടെ ഒച്ച കണ്ടോ? അങ്ങോട്ട് നടന്ന് കയറുമ്പോൾ കണ്ടതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. മലയണ്ണാനെ നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് ക്യാമറയിൽ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. രസമുണ്ട് ഒച്ചിനെ കണ്ടിട്ട്. ഞാൻ ഈ ടൈപ്പിൽ ആദ്യമായിട്ട് ആണ് കാണുന്നത് ഈ സംഭവം. പിന്നെ നമ്മളിവിടെയാണ് ക്യാമ്പൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് പഴയൊരു ബിൽഡിംഗ് ആണ്. എന്നാൽ നീറ്റായിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹോളുണ്ട് പ്രധാനമായിട്ട്. ഇവിടെ നമുക്ക് മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള നല്ല ഫെസിലിറ്റി ഉണ്ട്. 150 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാം. നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൈക്ക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും മൈക്കും സൗണ്ടും എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടുണ്ട്. ഇപ്പം നിലവിൽ കറണ്ട് ഇല്ല. എന്നാൽ ജനറേറ്റർ ബാക്കപ്പ് ഒക്കെ നമുക്ക് ചെയ്തിട്ട് അതൊക്കെ പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റിലാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ എക്യുമെനിക്കൽ ദേവാലയമാണ് നിലയ്ക്കൽ ദേവാലയം. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ എക്യുമെനിക്കൽ സഭ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ട് 5 സഭാവിഭാഗങ്ങളാണ്. നമ്മുടെ കാത്തലിക്, ഓർത്തഡോക്സ്, യാക്കോബ, മാർത്തോമ, അതുപോലെ CSI. 5 സഭകളിലെ അധിപന്മാരാണ് ഇതിന്റെ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത്. അതേതായാലും എനിക്ക് പുതിയൊരു അറിവുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ എക്യുമെനിക്കൽ
ചർച്ചാണ് നമ്മുടെ നിലയ്ക്കൽ ദേവാലയം. അപ്പം ഇത്രയും അറിവുകൾ ഷെയർ ചെയ്ത അച്ഛനോടുള്ള നന്ദി പ്രത്യേക ഈ സമയത്ത്. താങ്ക് യു. ഹായ്, ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ബ്ലസ്സൻ. ചേട്ടനോട് എത്ര ആളായി? ഞാനിവിടെ വന്നിട്ട് 15 വർഷമായി. 15 വർഷമായി അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഈ കാണുന്ന ദേവാലയം എന്നാ പൂർത്തീകരിച്ചേ ഈ രീതിയിൽ? ഇത് 83-ലാണ് നമുക്കിവിടെ കിട്ടിയത്. ഇത് പുതുതായിട്ട് പണിഞ്ഞത് 3 വർഷമേ ആയുള്ളൂ. 3 വർഷമേ ആയുള്ളൂ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തിട്ട്. 83-ലാണ് നമ്മളിവിടെ അവിടെ നിലയ്ക്കൽ യഥാർത്ഥം അവിടുന്ന് ഇങ്ങോട്ട് മാറിയത് അല്ലേ? ഇത് യഥാർത്ഥത്തിൽ നിലയ്ക്കലായിരുന്നു. തോമസ് ലീ ഏഴര പള്ളി സ്ഥാപിച്ചതിൽ ഒരു പള്ളിയാണ് നിലയ്ക്കൽ. അതെ അതെ. അപ്പം തോമസ് ലീ നിലയ്ക്കൽ പട്ടണമായിരുന്നു, ജനവാസം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. നിലയ്ക്കൽ അല്ലേ? പാണ്ടിപ്പേട് അക്രമക്കാര്, കൊള്ളക്കാരുടെ അക്രമം ഉണ്ടായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ അവിടെ വനഭൂമിയായിട്ട് കിടക്കുകയായിരുന്നു. 100 ഏക്കർ സ്ഥലം പാട്ടപര്യടനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ തെളിച്ചു ചെല്ലുമ്പോഴാണ് ഈ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണുകയും അങ്ങനെ കുരിശ് കിട്ടി. കുരിശ് സ്ഥാപിച്ച് പിറ്റേ ദിവസം കുരിശ് മോഷണം പോയി. അപ്പം ശബരിമലയുടെ വികസനം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയമുണ്ടാക്കി. അങ്ങനെ ഹിന്ദു ഐക്യവേദി എല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പ്രശ്നം ഒഴിവാക്കി നമുക്കവിടെ 2.5 ഏക്കർ സ്ഥലം അനുവദിച്ച് കിട്ടിയതായിരുന്നു. താൽക്കാലികമായി ഷെഡ് വെച്ചവിടെ കുർബാന ചെല്ലുമായിരുന്നു. അങ്ങനെ പിന്നെ അടിപിടി ബഹളമായി രക്തച്ചൊരിച്ചിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിതാക്കന്മാർ പറഞ്ഞ് പ്രശ്നത്തിനോട് ഒരു പള്ളി വേണ്ടാൻ തീരുമാനമെടുത്തു. അങ്ങനെ നമുക്ക് കരുണാകര മന്ത്രിസഭ ഒരു പ്രശ്നം ഒഴിവാക്കി ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് പോയ 2.5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് മാറ്റി ഒരു 5.5 ഏക്കർ സ്ഥലം വനഭൂമി തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഡയലോഗ് സെൻറ്റർ, എല്ലാ സഭകളുമുള്ള ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനമായി. ഇത് റിട്രീറ്റ് സെൻറ്റർ, നമുക്ക് 100 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാള്, കിച്ചന് എല്ലാം കൊണ്ട് നമുക്കൊരു ക്യാമ്പൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ നല്ല മോറോവർ ഇതിന്റെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇത്. ചിലപ്പോൾ ആനയും പുലിയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ശല്യമായിട്ടൊന്നും ഇങ്ങോട്ട് വരാറില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും, ആനയെ കാണാൻ പറ്റും. അതെ, എന്നാലും നമുക്ക് ഒരു ശല്യമായിട്ട്, ദേവാലയത്തിന് ഒരു ശല്യമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ട് ഇല്ല. മുറ്റത്തോടൊക്കെ പോയാലും നമുക്ക് ശല്യം ഉണ്ടാകാറില്ല. കാര്യം അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അല്പസമയം പങ്കിട്ടതിൽ നന്ദിയായിരിക്കും. താങ്ക് യു. നമ്മൾ ഇവിടുത്തെ ദേവാലയ ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ദൈവാനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഇന്ന് ഇവിടെ വടശ്ശേരിക്കര ഒരു മർത്തോമ ചർച്ചിൽ നിന്ന് ഇവിടെ വിശുദ്ധ കുർബാനയും പിന്നെ ഒരു ക്യാമ്പും ഒരു 1 ഡേ സെമിനാറും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ ഒരു ക്യാമ്പ്, ഒരു വേറിട്ട രീതിയിൽ ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ പീസ്ഫുള്ളായിട്ട് നമുക്ക് ആരാധന നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ കണ്ട ഷൈജോച്ചനാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ന്യൂലി ജോയിൻഡ് ആണ്. അപ്പം അച്ഛൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യണമെങ്കിലോ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അച്ഛനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തരും. വളരെ സോഷ്യലായിട്ടാണ് അച്ഛൻ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇടപെടുന്ന രീതി കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഒരു ടൈമിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആരാധന അടക്കം വിശുദ്ധ കുർബാന ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മർത്തോമായിൽ നിന്നുള്ള വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് 1 ഡേ ക്യാമ്പായിട്ട് കൂടെയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുകയാണ്. ഓക്കെ, അപ്പം എനിക്ക് വളരെ പേഴ്സണലി ഒരുപാട് നല്ലൊരു പോസിറ്റീവ് എനർജി പകർന്ന ഒരു ഡേ കൂടാണ്. ഭയങ്കര ഒരു എന്താ പറയുക, വന്ന് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ വലിയ കാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ദിവസം ഇവിടെ ചൂസ് ചെയ്യാം, വരാം. ഞാൻ പറഞ്ഞ പോലെ 73 കിലോമീറ്റർ ഉള്ളൂ തിരുവല്ലയിൽ നിന്ന്. ഞാൻ പറഞ്ഞ 2 റോഡുണ്ട്, പെരുന്നാട് വഴിയും വരാം, ഇവിടെയും വരാം. ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇനി കൂടുതൽ അത് പറയുന്നില്ല. അപ്പം ഈ മുകളിൽ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പം ജസ്റ്റ് ഹായ് ബൈ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു പോവുകയാണ്.